നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുലുക്കല്ലൂരിലെ മപ്പാട്ടുകര അണ്ടർ പാസേജിന്റെ അടിയിലാണ്. റെയിൽവേ അണ്ടർ പാസേജ് ആണ് ഈ കാണുന്നത്, എനിക്ക് താഴെ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് ഈ അണ്ടർ പാസേജ് വലിയ വാഹനങ്ങൾക്ക് കൂടി പോകാൻ ഉതകുന്ന വിധം മാറ്റി നിർമ്മിക്കണം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അതിന് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം എന്തായാലും ഈ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് എന്തായാലും ടെൻഡർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പി MLA മുഹമ്മദ് ഹുസൈൻ നമ്മോട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷത്തിലാണ്. ഈ പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾ നിൽക്കുന്നത്. ഏകദേശം 4 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ ഈ പദ്ധതി ടെൻഡർ ആയിട്ടുള്ളത്. 6 കോടിയിൽ പരം രൂപയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ പ്രവൃത്തി ആരംഭിച്ച് ബാക്കി തുടർ നടപടികൾ സ്വീകരിച്ച് ബാക്കി വരുന്ന ഫണ്ട് കൂടി ലഭ്യമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ അണ്ടർ പാസേജ്. നിങ്ങൾക്ക് കാണാം, ചെറിയ ഒരു വഴിയാണ്. ചെറിയ വാഹനങ്ങൾക്ക്, ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ചെറിയ ഓട്ടോറിക്ഷകൾക്കും ചെറിയ കാറുകൾക്കും മാത്രമാണ് ഇപ്പോൾ ഇതിനെ പോകാൻ പറ്റുള്ളൂ. അവിടെ അപ്പുറത്ത് കിഴക്കേ മപ്പാട്ടുകര, അതുപോലെ ഇപ്പുറത്ത് പടിഞ്ഞാറേ മപ്പാട്ടുകര, ഇങ്ങനെ ഈ 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ ഇവിടേക്കുള്ള യാത്രാ സൗകര്യം ഈ റെയിൽവേ വന്നതോടുകൂടി വലിയ വാഹനങ്ങൾക്ക്, ബസ്സുകൾക്കോ ലോറികൾക്കോ ഒന്നും പോകാൻ പറ്റില്ല. കിലോമീറ്ററുകൾ വളഞ്ഞു വേണം 2 പ്രദേശത്തുള്ള ആളുകൾക്കും അപ്പുറത്തും ഇപ്പുറത്തും വലിയ വാഹനങ്ങൾ വരാനും അതുപോലെ വന്നു ചേരാനൊക്കെ. ഈ അണ്ടർ പാസേജ് വലിയ അണ്ടർ പാസേജ് ആയിട്ട് വികസിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഈ നേട്ടം, ഈ പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് വലുതാണ്. അവരുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് ഇപ്പോൾ ഈ നടപ്പാക്കാൻ പോകുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളുണ്ട് നമ്മോടൊപ്പം. കാക്ക, എന്ത് പറയുന്നു? ഈ പദ്ധതി നമ്മളിപ്പോൾ യാഥാർത്ഥ്യം ടെൻഡർ ആയി എന്നാ പറയുന്നത് കേൾക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയിലാണ്? അത് ജനങ്ങൾ ഇവിടെയുള്ള ഈ പുറത്തുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷവും വലിയ കാര്യമാണ്. ഒന്നും ആശുപത്രി പോകണമെങ്കിൽ 8-10 കിലോമീറ്റർ വളഞ്ഞു വേണം പോവാൻ. ഇതൊരു 15 വർഷം 10 വർഷത്തോളമായിട്ടുള്ളൂ, 15 വർഷമായിട്ട്. അതിന്റെ മുന്നേ അതിന് കുറച്ചപ്പുറത്തൊരു ചെറിയൊരു വെള്ളം പോണൊരു ഇതായിരുന്നു. പിന്നീട് അത് റെയിൽവേ മാറ്റിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് അത് അതിൽ പോകാൻ പറഞ്ഞ് ഇവിടെ വെച്ചത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചെറിയ വാഹനങ്ങളും ചെറിയ കാറുകളൊക്കെ വരാൻ പറ്റിയ. ഒരു 15 വർഷം അതിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 മപ്പാട്ടും കൂടി യോജിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ MLA വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ആദ്യമായിട്ട്. പിന്നെ ഇതിപ്പോൾ ഡിസംബറിൽ കാശടച്ചു എന്ന് പറഞ്ഞ രേഖകളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്താണ്. ഇപ്പോൾ ടെൻഡറായി എന്ന് പറഞ്ഞിട്ട് വളരെയധികം സന്തോഷമാണ്. ഈ ജനങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോകണമെങ്കിലോ കുലുക്കല്ലൂർ ആ ഭാഗത്തുള്ളവർ ആ വഴി വരണം. പിന്നെ ഈ ഭാഗത്തുള്ളവരും 2 കിലോമീറ്റർ പോയാൽ കുലുക്കല്ലൂർ പഞ്ചായത്തിലേക്ക് എത്തി. അതിൽ വളരെ ഒരു സൗകര്യമായി തീരും എന്നുള്ളതാണ് പറയാം. ഇപ്പൊ ഇതിന് ചെറിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ വലിയ വാഹനങ്ങൾ പോകുന്നതിനാണ് പ്രയാസമല്ലേ? അതെ, ചെറിയ വാഹനങ്ങൾ, ചെറിയൊരു ആൾട്ടോ, കാറ്, മോട്ടോർ സൈക്കിള്, ഓട്ടോറിക്ഷ, അതൊക്കെ പോകത്തുള്ളൂ. അതിൻ്റെ അപ്പുറവും പോകത്തില്ല. ഇത് പ്രവർത്തിയിട്ടാണ്. ഇത് നാടിൻ്റെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാലം മുന്നേ ആഗ്രഹിച്ചാണ്, കുറച്ച് വൈകി. കാരണം ഇത് ഒരുപാട് സ്കൂളും കാര്യങ്ങളുമായിട്ടുള്ള സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് ഇത് ഈ റെയിൽ ക്രോസ് ചെയ്തിട്ടൊന്നായിട്ടൊക്കെയാണ് സ്കൂൾക്ക് പോകുന്നത്. ഇവിടെ വന്ന് ബസ് മാറി കയറി ഒക്കെ പോകണം. പിന്നെ പഞ്ചായത്ത്, നമ്മുടെ വില്ലേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് KK മപ്പാട്ടുകര മാരായമംഗലം എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഈ പഞ്ചായത്തിലേക്ക് എത്താനും വില്ലേജിലേക്ക് എത്തുക, ബാങ്ക് കാര്യങ്ങൾ, പട്ടാമ്പി, അത് ഈ പഞ്ചായത്തിൻ്റെ ഒരു കേന്ദ്രമാണ് പട്ടാമ്പി ഒക്കെ. അതിലൊക്കെ ഉൾപ്പെടുന്ന അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ചുറ്റി വളഞ്ഞ് റോഡും വഴിയൊക്കെ മോശവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമായി. ഭയങ്കര സന്തോഷത്തിലാണ് നാട്ടിലുള്ള എല്ലാ ജനങ്ങളും. പെട്ടെന്ന് യാഥാർത്ഥ്യമാവണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതെ, എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രദേശത്തിന്റെ വികസനം എത്രത്തോളം യാഥാർത്ഥ്യം? നിങ്ങളിപ്പോൾ വാഹനം ഡെയിലി ഇതിനെ പോകുന്ന ആളുകൾ കൂടി എങ്ങനെയുണ്ട് ഈ വരുന്നതിന് എങ്ങനെ കാണുന്നത്? ഇത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് ഇപ്പോൾ ഈ ഊവാലം കടന്നു ഉടനെയാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ശരിക്കും വലിയൊരു വണ്ടിയിൽ പോകണമെങ്കിൽ കുറേ 3-4 കിലോമീറ്റർ കുലുക്കല്ലൂർ വഴി പോകണം. അപ്പോൾ ഇത് വരികയാണെങ്കിൽ വളരെ സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. അതിപ്പോൾ കുട്ടികൾ ഞങ്ങളെ റെയിൽ കടത്തി മുറിച്ച് കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ ഒരുപാട് നല്ല ഗുണമാണ്. സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും വലിയ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഒരു വിഭജിക്കപ്പെട്ട് കിടക്കുന്ന 2 പ്രദേശങ്ങൾ, ഈ പ്രദേശം, ഈ പാലം, ഈ ക്രോസ് വേ വരുന്നതോടുകൂടി നല്ല ടച്ചായി മാറും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 2 പുറത്തുള്ള ആൾക്കാർ, ഈ അടുത്തുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് അറിയുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇപ്പോഴുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇവിടെയുള്ള ആൾക്കാരും ഇങ്ങോട്ടും അറിയാത്ത മാതിരിയാണ്. കാരണം അപ്പുറത്തുള്ള ആൾക്കാർ പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ടാണ് പോണത്. ഞങ്ങളിവിടെയുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ പോണത്. നമ്മളൊക്കെ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരായാലും 2 ഭൂഖണ്ഡത്തിൽ കഴിയണ മാതിരിയാണല്ലേ? അതെ, അതേമാതിരിയാണ്. ഇതിപ്പോൾ ഇത് വരുന്നോട് കൂടി ഞങ്ങൾ നല്ലൊരു ജോയിൻ്റ് ആയിട്ട് നല്ലൊരു സന്തോഷമാണെന്ന് പറയാം.
സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇതാ ഇവിടെ പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മപ്പാട്ടുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു റെയിൽവേ ലൈൻ കാരണം രണ്ടായി വിഭജിച്ച് കിടക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് വർഷങ്ങളോളായി ഇവിടെ ജീവിച്ചിരുന്നത്. രണ്ട് പ്രദേശത്തുള്ള ആളുകളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തത്. പിന്നെ 10 വർഷക്കാലമായി പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മുഹ്സിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ റെയിൽവേക്ക് സെൻറ്റേജ് ചാർജ് അടച്ച് അതിന് എസ്റ്റിമേറ്റും ഡിസൈനും ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബഡ്ജറ്റിൽ 6 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടാമ്പിയിലെ ഒരു പ്രധാന പദ്ധതി എന്ന നിലയ്ക്ക് തന്നെ ഈ പദ്ധതിയെ കണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടെല്ലാം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു 6-7 സെൻറ്റോളം സ്ഥലം നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു സന്ദർഭത്തിൽ ഒരുപാട് നല്ല മനുഷ്യർ, ഈ നാട്ടിൽ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെ ഉദാര മനസ്കത കൊണ്ടാണ് ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പല വിധത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ നാട് കടപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പിയുടെ MLA പ്രിയങ്കരനായ മുഹമ്മദ് മുഹ്സിനോടാണ്. അത് ഈ നാടിന് എന്നും ഈ നാടിനോട് ആ കടപ്പാട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി സാങ്കേതിക തടസ്സങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഈ നാട് വലിയ സന്തോഷത്തിലാണ്. വരും തലമുറ ഇത് നല്ല രൂപത്തിൽ ഇതിനെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അപ്പൊ എന്തായാലും നാട്ടുകാർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ പുതിയ അണ്ടർ പാസേജ് പദ്ധതി വരുന്നതോടുകൂടി 2 വിഭാഗങ്ങളായി കടന്നിരുന്ന പ്രദേശങ്ങൾ ഒരുമിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഷൊർണൂർ നിലമ്പൂർ ട്രാക്കാണ് എനിക്ക് മേലെ ഈ കാണുന്നത്. ഈ ട്രാക്കിന് അടിയിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് പുതിയ അണ്ടർ പാസേജ്. തൊട്ടപ്പുറത്ത് സ്ഥലം സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ആ റോഡ് അപ്രോച്ച് റോഡും കൂടി കുറച്ച് ഭാഗം നിർമ്മിക്കേണ്ടി വരും. അങ്ങനെ നാട്ടുകാർ സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഏറെ കാലത്തിന് ശേഷം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിന്റെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുലുക്കല്ലൂർക്കാർ, ഈ മപ്പാട്ടുകര പ്രദേശവാസികളുള്ള കുലുക്കല്ലൂരിലെ. എന്തായാലും വൈകാതെ ഈ പദ്ധതികളുടെ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർക്കുമുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയായി കിട്ടാൻ വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ അനസിനൊപ്പം പ്രദീപ് പട്ടാമ്പി, മലബാർ.